ബിജെപിയുടെ 47 അംഗ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. നേമത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന് വൈകിട്ട് തന്നെ നേമത്ത് പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. 2021 ബിജെപി അന്നത്തെ നേതൃത്വമെല്ലാം വിശേഷിപ്പിച്ചത് നേമം ബിജെപിയുടെ ഗുജറാത്ത് എന്നാണ്. അത്രത്തോളം ശക്തമാണ്. പക്ഷേ 21 തെരഞ്ഞെടുപ്പിൽ താമര വാടിപ്പോയി. ഇത്തവണ താമര വീണ്ടും അവിടെ പുഷ്പിക്കുമോ? ഞാൻ ചരിത്രം പഠിക്കുന്ന വ്യക്തിയല്ല, ഞാൻ മുമ്പോട്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് മാറ്റത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇത്തവണ പൂട്ടിയ അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് മാത്രം, ഒരു അക്കൗണ്ട് മാത്രമാണോ ബിജെപിയുടെ ലക്ഷ്യം? എന്റെ അക്കൗണ്ട് ഇവിടെ ഞാൻ ഓപ്പണും ചെയ്തിട്ടില്ല, ക്ലോസും ചെയ്തിട്ടില്ല. ബിജെപി എൻഡിഎന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെ അക്കൗണ്ട് ഇവിടെ തുറക്കണം എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. ബിജെപി എൻഡിഎ മത്സരിക്കുന്ന ഒരു സീറ്റിനോ 2 സീറ്റിനോ അല്ല, ഞങ്ങൾ മത്സരിക്കുന്നത് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനാണ്. ബി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറയുന്നുണ്ട് നേമത്ത് ഡബിൾ പൂട്ടാണ്, അതുകൊണ്ട് അത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് CPM അവകാശം. അങ്ങനെ അതെല്ലാം വിചാരിക്കട്ടെ. ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഒരു MLA, ഒന്നും ചെയ്യാത്തൊരു MLA ഒന്നല്ല. ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ തീരുമാനിക്കും. 75% ഈ സംസ്ഥാനത്തിന്റെ സ്കൂളുകൾ അൺസേഫ് ആണ്, സേഫ് അല്ല എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ മന്ത്രിയാണ് ഇദ്ദേഹം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തവണ പിണറായി ഭരണം മാറുമോ? 3ാം പിണറായി ഭരണം ഉണ്ടാകുമോ? എങ്ങനെ BJP 100% പിണറായി വിജയൻജിക്ക് 3ാം തവണ കിട്ടാൻ സാധ്യത 0 പിണറായി വിജയനും CPM-നും ഒരു 0 ചാൻസ് ആണ് ഈ ഇലക്ഷനിൽ. 3ാം പിണറായി ഭരണം ഉണ്ടാകില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്, അവകാശപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ നേമത്ത് BJPക്ക് മികച്ച വിജയം ഉണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ക്യാമറ സജീവനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.